ബിഗ് ബോസിൽ നിന്ന് അവസാന മത്സരാർത്ഥികൾക്കൊക്കെ ലഭിക്കേണ്ട തുകയോ ഫ്ലാറ്റോ കാറോ ഒക്കെ തന്നെയും ഇതിനു മുൻപും ലഭിക്കാൻ വൈകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ അനുമോളോട് ഇപ്പോൾ പറഞ്ഞ പ്രൈസ് തുകയും അതുപോലെയുള്ള സമ്മാനങ്ങളും ലഭിച്ചോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. അതിനുള്ള മറുപടിയും ഇപ്പോൾ അനു തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ അനു പറയുന്നത് ഒരു പരാതിയുടെ രൂപമായിട്ടാണ് നമുക്ക് തോന്നുന്നതെന്ന് പലരും പ്രതികരിക്കുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ പലരുടെയും സംസാരത്തിൽ നിന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. അനു പറയുന്ന ചില കാര്യങ്ങളിൽ അഹങ്കാരമോ അല്ലെങ്കിൽ പരാതിയോ തോന്നാം. എന്നാൽ അനീഷ് പറയുന്നതിൽ അങ്ങനെയല്ല, നല്ല വ്യക്തതയുണ്ട് എന്നാണ് പറയുന്നത്. അത് താൻ പറഞ്ഞിട്ടുണ്ടെന്നും ഉടനെ കിട്ടുമെന്നുമാണ് അനുമോൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചത്. മനുഷ്യരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം കാണില്ല, സങ്കടമായിരിക്കും ഉണ്ടാവുക. ഒരുപാട് സങ്കടം തന്നിട്ട് പെട്ടെന്ന് നമുക്ക് ദൈവം ഒരു സന്തോഷം തരും. ബിഗ് ബോസിൽ അവസാന ദിവസങ്ങളിൽ സങ്കടത്തിലായ സമയത്തും ദൈവം എനിക്കെന്തോ നല്ലത് തരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ചിലപ്പോൾ അത് തന്നെയായിരിക്കാം എന്നെ ഇവിടെ വരെ എത്തിച്ചതെന്നാണ് അനുമോൾ തന്നെ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നത്. കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ അനുമോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അനീഷ് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ വലുതായി പ്രതികരിക്കുന്നില്ല. നല്ല രീതിയിൽ മാത്രമാണ് ഈ വിജയത്തെയും സന്തോഷത്തെയും ഒക്കെ തന്നെ കാണുന്നത് എന്ന് പറയുന്നു. അത്രമാത്രം ഭാഗ്യത്തോടെയാണ് ബിഗ് ബോസിൽ വന്നതും അവസാന നിമിഷം വരെ നിൽക്കാൻ സാധിച്ചതുമൊക്കെ അനീഷ് കാണുന്നതും പറയുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കുമെന്ന് കരുതിയിട്ടുള്ളൊരു കാര്യമല്ല. ഇതൊക്കെ സെലിബ്രിറ്റീസിന് മാത്രമേ നടക്കൂ എന്നൊരു വിശ്വാസമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അത് മാറ്റിക്കുറിച്ചത് തന്നെയാണ് പ്രേക്ഷകരും കാണുന്നത്. ഓരോ സമയത്തും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പബ്ലിഷ് ആകുമ്പോൾ എല്ലാവരും അനീഷിന് വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത്. അനീഷ് എങ്ങനെ നിൽക്കുമോ, അനീഷ് എങ്ങനെ സംസാരിക്കുമോ എന്ന് തോന്നി തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. എന്നാൽ ഒരു സാധാരണ മനുഷ്യനെ, അതായത് ബിഗ് ബോസിൽ പോയപ്പോൾ അദ്ദേഹം എങ്ങനെയാണോ സംസാരിച്ചത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും സംസാരിക്കുന്നത് എന്നതിനെ കൃത്യമായി പറയാൻ സാധിക്കും. പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ച് തന്നെ വളരെയധികം കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത്. എല്ലാവർക്കും അനുമോൾ പറയുന്നത് പോലെ മനസ്സിലാകണമെന്നില്ല. എന്നാൽ അനുമോൾ പരാതിയല്ല പറഞ്ഞത് എന്ന് പല പ്രേക്ഷകരും ഇതിനിടയിൽ പറയുന്നുണ്ട്. എന്നാൽ അനുമോൾ പറയുമ്പോൾ അതിനൊരു പരാതിയുടെ സ്വരമുണ്ട് എന്ന് തന്നെ പ്രേക്ഷകർ കണ്ടെത്തി പറയുന്നു. അതോടൊപ്പം അനുമോളെ പിന്തുണയ്ക്കുന്നവരും ഒരുപാട് പേരുണ്ട് എന്ന് ഇക്കൂട്ടത്തിൽ പറഞ്ഞേ മതിയാകും. അനുമോളുടെ പിന്തുണ ഒരുപാട് നേടുന്ന ആളുകളുടെ ഇടയിൽ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാവുകയും ചെയ്യുന്നു. ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് വളരെയധികം തന്നെ ഇപ്പോൾ അനുവിനെക്കുറിച്ചും അനീഷിനെക്കുറിച്ചും അന്വേഷിക്കേണ്ടതായി തന്നെയുണ്ട്. അവർ ഒന്നിക്കുമോ എന്നാണ് പലരും ചോദിച്ചറിയുന്നത്. ഒന്നിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. അവരോടൊപ്പം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അനുവിൻ്റെ വാർത്തകൾ വൈറലാകുന്നത് എന്നുകൂടി പറഞ്ഞേ മതിയാകൂ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.